നമസ്കാരം. ഒരുമാതിരി ചാനലിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഈ പി വി അൻവർ വിഷയത്തിൽ പിണറായി വിജയൻ, പി വി അൻവർ ഇവർ തമ്മിലുള്ള ഈ വിഷയത്തിൽ ഇവർ തമ്മിലാണ് ഇപ്പോൾ പ്രശ്നം. ഇതിൻ്റെ കാതലായ പ്രശ്നം ഇവർ തമ്മിലാണ്. അതിൻ്റെ ഉള്ളിൽ ഒരുപാട് പേര് പെട്ടിട്ടുണ്ട്. അജിത് കുമാറുണ്ട്, ശശിയുണ്ട്, ഒക്കെ. ഈ പി വി അൻവർ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ധർമ്മസങ്കടത്തിലായ രണ്ട് ചാനൽ ബ്ലോഗർമാരുണ്ട്, ചാനൽ ഡിബേറ്റർമാർ. ഒന്ന് അഡ്വക്കേറ്റ് ജയശങ്കറും മറ്റൊന്ന് നമ്മുടെ മറുതാടൻ സാജനുമാണ്. അവരിപ്പോൾ ഭയങ്കര ധർമ്മസങ്കടത്തിലാണ്. കാരണം എന്താണെന്നറിയോ? ഈ പിണറായി വിജയനോടുള്ള കടുത്ത വിരോധമാണ് ഈ ഇവർക്ക് രണ്ടുപേർക്കും, മറുനാടൻ സാജനും ഈ ജയശങ്കർ വക്കീലിനും. പിണറായി വിജയനോട്, ഈ സർക്കാരിനോട് കടുത്ത വിരോധമുള്ള ആളുകളിൽപ്പെട്ട മുൻനിരക്കാരാണ് അവർ രണ്ടുപേരും. ടി വി ഡിബേറ്റർമാരുടെ കൂട്ടത്തിൽ പിണറായി വിജയനോടും സർക്കാരിനോടും ഇത്രയധികം പകയുള്ള, ദേഷ്യവും വിദ്വേഷമുള്ള പത്രപ്രവർത്തകർ വേറില്ല. അതിൽ ജയശങ്കർ വക്കീലിൻ്റെ കഥ എന്ന് പറഞ്ഞാൽ ഓരോ ദിവസം ഓരോ വീഡിയോ എന്ന് പറഞ്ഞ പോലെ ഉണ്ടാക്കും സർക്കാരിനെതിരിൽ. ഇപ്പം ലേശം ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. ഇതിന് മുന്നേ പിണറായിക്കെതിരിൽ കാരണഭൂതൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ദിവസം ഓരോ വീഡിയോ എന്ന് പറഞ്ഞ പോലെ ജയശങ്കർ ഉണ്ടാക്കും സർക്കാരിനെതിരിൽ. എങ്ങനെയെങ്കിലും ഈ സർക്കാരിനെ താഴെ ഇറക്കണം എന്നുള്ള UDF പല പ്ലാനും പറഞ്ഞു കൊടുക്കാതെ വീഡിയോക്കുള്ളിൽ ധ്വനി വെച്ചുകൊണ്ട് ഒരുപാട് വീഡിയോ ഇറക്കിയിട്ടുണ്ട്. നമ്മൾ ഈ ഗുളിക കഴിക്കണ പോലെ ഡെയിലി എന്ന് പറഞ്ഞ പോലെ ഇറക്കും ജയശങ്കർ വക്കീൽ. പിന്നെ സാജൻ സ്കറിയൻ്റെ പറയണ്ടല്ലോ. സാജൻ സ്കറിയൻ്റെത് കുറച്ച് രൂക്ഷമായ ഭാഷയിൽ അങ്ങ് എടുത്തിട്ടിട്ട് സർക്കാരിനിട്ടിട്ട് കുടയലാണ്. അല്ല, എന്തെങ്കിലും ഒരു ചെറിയൊരിതൊരു മുള്ളു കുത്തിയൊരു കേസ് കിട്ടിയാൽ അപ്പം കൊടുന്ന് ചാനലിലിട്ടിട്ട് സർക്കാരിനെതിരെ വിമർശിക്കുന്ന ആളാണ് സാജൻ സ്കറിയ. രണ്ടും രണ്ട് ടൈപ്പാണെന്ന് മാത്രം. ഈ ജയശങ്കർ എന്ന് പറഞ്ഞാൽ ഒരു മുഖംമൂടി അണിഞ്ഞ് നിൽക്കുന്ന ഒരു പത്രപ്രവർത്തകനാണ്. മതേതരവാദിയാണ്, അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് കമ്മ്യൂണിസ്റ്റുകാരനാണെന്നൊക്കെ പറയാം. പക്ഷെ അതൊന്നുമല്ല, ആൾ മതേതരവാദിയൊന്നുമല്ല, ഒരു പക്ഷക്കാരനാണ്. അതിപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ചിലപ്പോൾ എല്ലാവർക്കും അറിയാമെന്നുള്ളത് ഇനി മൂപ്പർക്ക് ബോധ്യപ്പെട്ടിരിക്കണമെന്ന് അറിയില്ല. പിന്നെ സാജനുവിന് അങ്ങനെയല്ല, മുഖം മൂടിയില്ല, തുറന്നെല്ലാം വിളിച്ച് പറയുന്ന നിലപാടുള്ള ആളാണ്. ഏതായാലും ഇവർ രണ്ടുപേരും പിണറായി വിജയനെതിരെ നീങ്ങിയിരുന്ന ആളുകളാണ്. പക്ഷേ പിന്നെ സംഭവിച്ചത് പിണറായി വിജയൻ്റെ ഇവർ കാരണം, അതിൽ സാജൻ കാരണമാണ് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടായത്. സാജനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ അൻവർ ഒരുങ്ങിയപ്പോൾ അത് നടക്കാതെ വന്നപ്പോൾ അതിങ്ങനെ കാറ്റാക്കി ഇങ്ങനെ കൊണ്ടുപോയി അൻവറിനെ പൊട്ടനാക്കിയപ്പോഴാണ് അൻവർ പിന്നെ മാനം കെട്ട് രംഗത്തിറങ്ങി പിണറായിക്കെതിരെ നീങ്ങിയത്. അതായത് പിണറായി വിജയൻ എന്നീ അനുഭവിക്കുന്ന, അൻവറിനെ കൊണ്ട് അനുഭവിക്കുന്ന എല്ലാ കഷ്ടപ്പാടിൻ്റെയും മൂലഹേതു കാരണം ഈ മറുനാടൻ സാജൻ്റെ ഒരൊറ്റ കാരണത്താലാണ് പിണറായി ഇന്ന് ഈ അനുഭവിക്കുന്നത് മുഴുവനും. കാരണം മറുനാടനെ ഒന്ന് അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അൻവർ മെനക്കെട്ടിട്ട് ഒരു കളിയും നോക്കിയിട്ട് നടക്കുന്നില്ല. കാരണം പിണറായിൻ്റെ അടുത്ത് പോയി പറഞ്ഞു, എല്ലാ നിലക്കും നോക്കിയിട്ട് അജിത് കുമാറും ശശിനെയും വെച്ച് RSS ബന്ധമൊക്കെ വെച്ച് മറുനാടൻ അങ്ങനെ ഊരി നടന്നു. അവസാനം ഗതിമുട്ടി അൻവർ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞ് പിണറായിയോട് പറഞ്ഞിട്ടും കാര്യമില്ല. പിണറായിക്കും തന്നെ ഒന്നും ചെയ്യാനും കഴിയില്ല. കാരണം പിണറായി തന്നെ RSSനെ പേടിച്ച് നിൽക്കുന്നൊരു സാഹചര്യമാണല്ലോ. പലതുകൊണ്ടും കേന്ദ്ര അന്വേഷണമൊക്കെ ഭയന്ന് നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ പിണറായിക്കും തന്നെ പിണറായിൻ്റെ ശക്തമായ നിലപാട് കാരണം, കടക്കടാപ്പുറത്ത് എന്ന് പറഞ്ഞ നിലപാട് കാരണം ഒന്നും ഇതിമ എടുക്കാൻ പറ്റില്ല. പിണറായിയും ലോക്കായിക്ക് എടുക്കുകയാണല്ലോ, മടിയിൽ കാനുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് പിണറായിക്കും ചെയ്യാൻ വയ്യ. അങ്ങനെ ഇതെല്ലാം കൂടി ഇങ്ങനെ ആയിപ്പോയി. ഏതായാലും ചുരുക്കി പറഞ്ഞാൽ മറുനാടൻ സാജന് വേണ്ടിയിട്ടാണ് പിണറായി ഇന്ന് ഈ അനുഭവിക്കുന്നത് മുഴുവനും. അപ്പോൾ പിണറായി വിജയനെ ഇറക്കണം എന്ന് പറഞ്ഞ് ഇതുവരെ പ്രവർത്തിച്ചിരുന്ന സാജന് ഇനി അത് വയ്യ. പിണറായി വിജയൻ ഇറങ്ങിക്കഴിഞ്ഞാൽ, അടുത്ത തെരഞ്ഞെടുപ്പിൽ പിണറായി ഗവൺമെൻറ് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് അൻവറിൻ്റെ വിജയമാണ്. അൻവറിന് വിജയം കൊടുക്കാനൊട്ട് ഇവനൊട്ട് സാധിക്കില്ല. അൻവർ വിജയിക്കുക എന്ന് പറഞ്ഞാൽ അത് സാജനൊട്ട് സഹിക്കില്ല. അങ്ങനെ എല്ലാം കൂടി ഭയങ്കര ധർമ്മസങ്കടത്തിലാണ് ഇപ്പോൾ സാജൻ. അൻവറിനെ രൂക്ഷമായി വിമർശിക്കുന്ന കൂട്ടത്തിൽ പറയും പിണറായിയോടും താല്പര്യമില്ല, എനിക്ക് ഞാൻ പിണറായിയുടെ ആളല്ല എന്നൊക്കെ പറയും. അത് സത്യമാണ്. പക്ഷേ പിണറായി ഈ ഒരു ഭയങ്കര ഉന്നതിയിലിരിക്കുന്ന എന്ന് പറഞ്ഞാൽ പിണറായിയെപ്പോലെ ഉന്നതിയിലിരിക്കുന്ന ഒരു മുഖ്യമന്ത്രി, ഒരു മന്ത്രിസഭ ഇപ്പോൾ കേരളത്തിൽ കഴിഞ്ഞു പോയിട്ടില്ല. കാരണം തുടർഭരണം വന്നു എന്ന് മാത്രമല്ല, ആദ്യത്തെ സീറ്റിനേക്കാൾ ഒരുപാട് ഉയരത്തിൽ കയറിയിട്ട് ഭരണം നടത്തുക. അപ്പോൾ തുടർഭരണം എങ്ങനെയെങ്കിലും കിട്ടിയതല്ല, ആദ്യം ഉണ്ടായിരുന്ന സീറ്റിനേക്കാൾ ഒരുപാട് സീറ്റ് വർദ്ധിച്ച് തുടർഭരണം, രണ്ടാം ഭരണം വരിക എന്ന് പറഞ്ഞാൽ മൂന്നാം ഭരണത്തിലോട്ടുള്ള ചുവടുവെപ്പും കൂടിയാണ്. മൂന്നാം ഭരണവും സാധ്യമാകുന്ന രീതിയിലാണ് രണ്ടാം ഭരണം വന്നത്.
ആ രീതിയിൽ വന്ന ഒരു ഗവൺമെൻറ്റിനെ, അത്രയും പീക്ക് ലെവലിൽ നിൽക്കുന്ന, ഒരു ഉന്നതിയിൽ നിൽക്കുന്ന, ചോദ്യം ചെയ്യപ്പെടാത്ത, ഇനിയും തീർത്തും പിണറായി തന്നെ വരുന്ന ഏകപക്ഷീയ സ്വരത്തിൽ സമൂഹം വിചാരിച്ചിരിക്കുന്ന ഈ പിണറായി ഗവൺമെൻറ്റിനെ ഇങ്ങനൊരു അപജയം ഉണ്ടാക്കിയത് ഈ സാജൻ സ്കറിയയാണ്. അപ്പോൾ സാജൻ സ്കറിയ ആ പിണറായി വിജയനെ താഴെ ഇറക്കാൻ വേണ്ടി ശ്രമിച്ചാൽ അങ്ങനെ താഴെ ഇറങ്ങിയാൽ അതിൻ്റെ പിന്നിൽ വിജയം നേടുന്നത് ഈ സാജൻ സ്കറിയയുടെ ബദ്ധശത്രുവായ അൻവറാണ്. അപ്പം അൻവറിനെ വിജയിക്കാൻ വിടാൻ പറ്റുമോ, ഈ പിണറായി വിടാൻ പറ്റുമോ, ഒന്നിപ്പോൾ ഒരു പിടുത്തമില്ല. ആകെ കൺഫ്യൂഷനില്ല സാജൻ. നമ്മുടെ വക്കീലും അത് തന്നെ സ്ഥിതി. നമ്മുടെ വക്കീൽ പിന്നെ ഇങ്ങനെ കിടന്ന് ഉരുളും, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മൂക്കുകൊണ്ട് ആവർത്താനം പറയാം. വക്കീലിൻ്റെ ഇത് കേട്ടാൽ ഇതൊന്നും പഠിക്കാണ്ടാവില്ല. വക്കീൽ ഇങ്ങനെ പത്രത്തിലൊക്കെ നമ്മൾ വായിക്കണ കാര്യങ്ങൾ ഇങ്ങനെ പറയും. നിലപാടൊന്നും ഉണ്ടാവില്ല കേട്ടോ, ഒരു വിഷയത്തിലും നിലപാടുണ്ടാവില്ല. അങ്ങനെ നടന്ന കഥകൾ ഇങ്ങനെ പറയും, ചരിത്രം പറയും, നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ചരിത്രങ്ങൾ, ഒരുപാട് കാര്യങ്ങളറിയാം, വായിച്ചിട്ടുള്ള വിവരമാണ്. നിലപാടില്ല. ഏതായാലും പിണറായിയെ ഇറക്കുക എന്നുള്ളൊരു നിലപാടേ ഉണ്ടായിരുന്നുള്ളൂ. കാരണഭൂതൻ എന്ന് എപ്പോഴും പിണറായിയെ കൊണ്ട് പറയാം. അപ്പോൾ പിണറായിയെ ഇനി ഇറക്കുക എന്നുള്ള ശ്രമത്തിൽ പിണറായിയെ ഇറക്കി കഴിഞ്ഞാൽ അതിൻ്റെ ക്രെഡിറ്റ് മുഴുവനും കിട്ടാൻ പോകുന്നത് അൻവറാണ്. അപ്പോൾ സത്യത്തിൽ എന്ത് ചെയ്യണം ഒരു പിടുത്തമില്ല. രണ്ട് പേരും കൺഫ്യൂഷനല്ല. പിന്നെ നമ്മുടെ വക്കീലിപ്പോൾ വലിയ വിമർശനങ്ങളൊന്നും സർക്കാരിനെ കുറിച്ച് നടത്തലില്ല. ഇപ്പോൾ അന്താരാഷ്ട്ര കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് ഇപ്പോൾ കൂടുതൽ വീഡിയോ വരുന്നത്. സാജനാണെന്നുണ്ടെങ്കിലും ഞാൻ പിണറായിയോട് താല്പര്യമില്ല, പിണറായി വിരുദ്ധനാണെന്നൊക്കെ പറയാമെന്നുള്ളതല്ലാതെ പിന്നെ ദിവസം മണിക്കൂർ ഇങ്ങനെ ഇടവിട്ട് പിണറായിക്കിട്ട് കുത്തുന്ന പരിപാടി നിർത്തിയിരിക്കണം. ഏതായാലും ഭയങ്കര ധർമ്മസങ്കടത്തിലാണ്. എങ്ങനെ ഉണ്ടാവും എന്ന് ഇനി കാത്തിരുന്ന് കാണാം. ഓക്കെ.